വെൽക്കം ബാക്ക് ടു CS ചാപ്റ്റേഴ്സ്. അപ്പം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് S3 CSEയുടെ ഡാറ്റ സ്ട്രക്ചറാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഞാൻ വന്ന പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആദ്യം നോക്കുന്നത് സിസ്റ്റം ലൈഫ് സൈക്കിളാണ്. ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ആ സിസ്റ്റത്തിന് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. നമുക്ക് ഹ്യൂമൻ്റെ ലൈഫ് സൈക്കിൾ ഉള്ള പോലെ തന്നെ സിസ്റ്റത്തിനും ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. ഓക്കെ, ആ ലൈഫ് സൈക്കിളാണിത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് പ്ലാനിങ് ആണ്. അത് കഴിഞ്ഞ് അനാലിസിസ് ചെയ്യും, പിന്നെ ഡിസൈൻ ചെയ്യും, പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യും, മെയിൻറ്റെയിൻസ് ചെയ്യും. ഇതാണ് 5 സ്റ്റേജസ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഒരു പ്ലാന് നടത്തും അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, പ്ലാനുകളൊക്കെ ശരിയാണോ എന്ന് പറഞ്ഞിട്ട് അനാലിസിസ് ചെയ്യും. ഓക്കെ, നമ്മൾ ഉണ്ടാക്കിയ പ്ലാനുകൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് അനാലിസിസ് ചെയ്യും. എന്നിട്ട് ഈ ഉണ്ടാക്കിയ പ്ലാനുകളൊക്കെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ എത്തിയിട്ടുണ്ടാകും. നമ്മൾ അതിനെ എന്ത് ചെയ്യും, ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കും അല്ലേ. എന്നിട്ടൊരു ഇപ്പം നമ്മളൊരു വീട് ഇട്ടാന്ന് വിചാരിക്കുക. നമ്മൾ ആദ്യം എന്ത് ചെയ്യും, വീടിൻ്റെ പ്ലാൻ വരയ്ക്കും. എന്നിട്ട് നമ്മൾ ആ പ്ലാൻ ഒന്നുകൂടെ നോക്കും, എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വരുത്തണോ ഇല്ലേ, എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് അതിൽ കൊണ്ടുവരുത്താം, അങ്ങനെയൊക്കെ നമ്മൾ അനാലിസിസ് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, വീടിൻ്റെ ഒരു 3D മോഡലോ ഒന്ന് ഉണ്ടാക്കി നോക്കും അല്ലേ, ഒരു മോഡൽ ഉണ്ടാക്കി നോക്കും. അതിനുശേഷം എല്ലാം ഓക്കെ ആയാൽ മാത്രമാണ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യും അല്ലേ. ഇംപ്ലിമെൻ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളിങ്ങനെ ഉള്ളിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് ഇംപ്ലിമെൻ്റ് ചെയ്യും. അതായത് വീട് കെട്ടി തുടങ്ങി അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, വീട് മെയിൻറ്റെയിൻ ചെയ്യും. ഇതേപോലെ തന്നെയാണ് നമ്മൾ സിസ്റ്റം ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു അൽഗോരിതം ഉണ്ടാക്കുമ്പോഴും സിസ്റ്റം ഉണ്ടാക്കുമ്പോഴും എല്ലാം നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഒരു പ്ലാനിങ് ചെയ്യണം. എന്നിട്ട് നമ്മളത് അനാലിസിസ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഒരു റഫ് ഡിസൈൻ ഉണ്ടാക്കി നോക്കും. എന്നിട്ട് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യും, പിന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഇതാണ് സിസ്റ്റത്തിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ടോപ്പിക്ക് നോക്കാൻ പോകുന്നത് അൽഗോരിതം. കോൾഡ് ആയതുകൊണ്ടാട്ടോ സൗണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഒന്ന് ക്ഷമിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ഓക്കെ ആക്കാം. അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അൽഗോരിതം എന്ന് പറയുന്നത് ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ് ദാറ്റ് അക്കംപ്ലിഷസ് എ പർട്ടിക്കുലർ ടാസ്ക്. ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യുന്ന ഒരു ഫൈനൈറ്റ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, അൽഗോരിതം എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ആ ഇൻസ്ട്രക്ഷൻസൊക്കെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആയിരിക്കണം അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, അൽഗോരിതത്തിന് ക്രൈറ്റീരിയ ഉണ്ട്. അതായത് നമുക്കൊരു ഇൻപുട്ട് കൊടുക്കാൻ പറ്റണം, അതിൽ നിന്നൊരു ഔട്ട്പുട്ട് കിട്ടണം, പിന്നെ ക്ലിയറും അൺഅംബിഗസും ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു സ്റ്റെപ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടെർമിനേറ്റ് ചെയ്യണം. ടെർമിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് എന്താ പറയുക, ഒരു കുറച്ച് സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ടെർമിനേറ്റ് ചെയ്ത് പോകണം. പിന്നെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ബേസിക് ആയിട്ട് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അൽഗോരിതം എന്ന് വെച്ചാൽ എന്താ, സിമ്പിളും നമുക്ക് ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം ഒരു അൽഗോരിതം. ഒരിക്കലും അത് കോംപ്ലക്സ് ആയ രീതിയിൽ അൽഗോരിതം എഴുതാൻ പാടില്ല. ഓക്കെ, അത് അപ്പം നമുക്ക് പെട്ടെന്നൊന്നും അണ്ടർസ്റ്റാൻഡബിൾ ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടൊക്കെ എഴുതിക്കഴിഞ്ഞാൽ. ഇതാണ് അൽഗോരിതത്തിൻ്റെ ഒരു ഇങ്ങനെ വേണം എന്നുള്ളൊരു ഇതപ്പോൾ നമ്മൾ ആദ്യം ഇൻപുട്ട് കൊടുക്കും, എന്നിട്ട് അതിൻ്റെ ഒരു സെറ്റ് ഓഫ് റൂൾസ് കൊടുക്കും. അതായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.